മലക്കുകൾ അള്ളാഹുവിനെ വളരെയധികം ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുജൂദു തിലാവ ഏതെല്ലാമാണെന്ന് വിശദീകരിക്കുന്ന നാലാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തു നഹലിലെ 50-ാമത്തെ വചനമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്. അവർ തങ്ങളുടെ മീതെ അധികാര ശക്തിയുള്ള തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നു. തങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് അവർ ചെയ്യുകയും ചെയ്യുന്നു. പോത്തിന്റെ സുജൂദ് ചെയ്യേണ്ടുന്ന സ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ വചനവും. 48-ാം വചനത്തിലും ഈ രണ്ടു വചനങ്ങളിലുമായി പ്രസ്താവിച്ചതിന്റെ സാരം ഇങ്ങനെ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിഴലുണ്ടാകുന്ന എല്ലാ വസ്തുക്കളുടെയും നിഴലുകൾ വലത്തോട്ടും ഇടത്തോട്ടുമായി ചാഞ്ഞും ചെരിഞ്ഞും നീണ്ടും ചുരുങ്ങിയും കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ സാധാരണ കാണാറുണ്ടല്ലോ. ഇതിനെപ്പറ്റി ആലോചിച്ചാൽ തന്നെയും പല ദൃഷ്ടാന്തങ്ങളും അതിൽ നിന്ന് മനുഷ്യന് ലഭിക്കുവാനുണ്ട്. അഥവാ എന്തുകൊണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് അവ വിധേയമാകുന്നു, അതിന് കാരണമെന്ത്, ആ കാരണങ്ങളെ വ്യവസ്ഥപ്പെടുത്തിയ ശക്തി ഏതാണ് എന്നിത്യാദി കാര്യങ്ങളെപ്പറ്റി അല്പബുദ്ധികൾക്കു പോലും അതുവഴി ഏറെക്കുറെ വാസ്തവം ഗ്രഹിക്കുവാൻ അത് ഉപകരിക്കുന്നതാണ്. ആ നിഴലുകൾ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായും അവൻ നിശ്ചയിച്ച പ്രകൃതി ചട്ടങ്ങൾക്കനുസരിച്ചുമാണ് നിലകൊള്ളുന്നത്. ആ നിയമവ്യവസ്ഥകളിൽ അണുവോളം മാറ്റം വരുത്തുവാൻ ആർക്കും സാധ്യമല്ല. എന്നുവേണ്ട ആകാശഭൂമികളിൽ ജീവവസ്തുക്കളായി അള്ളാഹു സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളും, ആത്മീയ ജീവികളായ മലക്കുകൾ പോലും അള്ളാഹുവിന്റെ നിയമചട്ടങ്ങൾക്ക് തികച്ചും കീഴൊതുങ്ങിയും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയും കൊണ്ടാണ് കഴിയുന്നത്. ആരും ഇതിൽ നിന്നും ഒഴിവില്ല. അപ്പോൾ വിശേഷബുദ്ധിയും അഭിപ്രായ സ്വാതന്ത്ര്യവും നൽകപ്പെട്ടിട്ടുള്ള മനുഷ്യർ പ്രത്യേകിച്ചും അവന്റെ മുമ്പിൽ തലകുനിക്കുവാനും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും അർഹരല്ലേ? ജസാക്കല്ലാഹ് ഖൈർ.